2026 കേരളം ആര് ഭരിക്കും എന്നുള്ള ഒരു ചോദ്യം വളരെ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. കാരണം മുൻകാലങ്ങളിൽ നമുക്കറിയാം LDF, UDF, UDF, LDF അതിനൊരു ഭംഗം വരുത്തിക്കൊണ്ടാണ് 2021 പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നത്. അതിനിടയ്ക്ക് BJP ഉണ്ടാക്കുന്ന വലിയൊരു മുന്നേറ്റം, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു 38 നിയമസഭാ മണ്ഡലങ്ങളിൽ 30,000-ലധികം വോട്ടുകൾ പിടിച്ച ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ 38 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് BJP അല്ലെങ്കിൽ BJP നയിക്കുന്ന NDA മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ടുള്ള മുൻകാലങ്ങളിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങുമ്പോഴാണ് ഈ ഭരണവിരുദ്ധ വികാര മുഴുവൻ ഏത് UDF-ലേക്ക് വരില്ലല്ലോ, BJP-യിലേക്കും കൂടി പോകും എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ട് അപ്പോൾ UDF-ന് നഷ്ടമുണ്ടാകും. ആ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് കോൺഗ്രസ് നയിക്കുന്ന UDF ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊതുവെ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിലും പ്രവർത്തകരിലും ഒക്കെ തന്നെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആവേശവും ഊർജ്ജസ്വലതയുമാണ് കാണുന്നത്. അത് പലതരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളും ഒക്കെ എല്ലാ കാലവും മറ്റ് പാർട്ടികളിൽ നിന്ന് വിഭിന്നമായി കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ 10 വർഷം, അതായത് ഒരു പതിറ്റാണ്ട് ഭരണമില്ലാതെ പുറത്ത് നിൽക്കുക എന്നുള്ളത് ഇനി ആലോചിക്കാൻ പറ്റില്ല. അതൊന്ന്. 2, വീണ്ടും 26 പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കഴിഞ്ഞാൽ പാർട്ടി എന്ന് മാത്രമല്ല മുന്നണിക്ക് പോലും വലിയ തകർച്ച സംഭവിക്കും എന്നല്ല, ഉണ്ടാകും എന്ന് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ നമുക്കറിയാം എല്ലാ മുന്നണികളും ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പലതരത്തിലുള്ള തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് പ്രത്യേകിച്ച് തെക്കോട്ടെടുപ്പും വളരെ കൂടുതലാണ്. ഇപ്പൊ നമുക്കറിയാം LDF മേഖലാ ജാഥ നടത്തുകയാണ്. ഘടകകക്ഷികളെ ഒക്കെ ഏൽപ്പിച്ചുകൊണ്ടും CPI-യെയും കേരള കോൺഗ്രസിനും ഒക്കെയാണ് ചുമതല നൽകിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പുറത്ത് ചാടിപ്പോകാതിരിക്കാനായിട്ട് ഒരു വെട്ടിലിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഘടകകക്ഷികളെ ഏൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ കോൺഗ്രസും ഇതാ വടക്ക് നിന്ന് തെക്കോട്ട് എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഏതു തരത്തിൽ 10 വർഷക്കാലം കേരളം ദുരിതമയത്തിലായിരുന്നു. ഇനി അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. അതാണ്ട് സീറ്റ് വിഭജന ചർച്ച പോലും അവർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അല്പം കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് കേരള കോൺഗ്രസ് ആണ്, അതായത് ജോസഫ് വിഭാഗമാണ്. അവർക്ക് 10 സീറ്റാണ് പോയ തവണ വരെ കൊടുത്തിട്ടുള്ളത്. അത് കുറയ്ക്കാനാണ് കോൺഗ്രസ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് അവരിൽ നിന്ന് 4 സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം. പക്ഷേ അതിന് PJ ജോസഫ് യാതൊരു കാരണവശാലും വഴങ്ങുന്നില്ല. PJ ജോസഫ് വീണ്ടും തൊടുപുഴയിൽ നിന്ന് മത്സരിക്കാൻ തന്നെ കച്ച കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 സീറ്റെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. മറ്റു ഘടകകക്ഷിയായ ഇപ്പോൾ RSPയുടെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് ഒട്ടും ജയസാധ്യതയില്ലാത്ത ഇടങ്ങളിൽ അവരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് കൊല്ലം ജില്ലയിലും കൊല്ലം കേന്ദ്രീകരിച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അവർക്ക് കൊടുക്കാനാണ് നീക്കം. അതാണ് അവർ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം അവിടെ കൊല്ലത്തൊരു വലിയ ഒരു UDF മുന്നണിക്ക് തന്നെ ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ RSPയിലെ NK പ്രേമചന്ദ്രനിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 2014 മുതൽ പ്രേമചന്ദ്രൻ കൊല്ലത്തുണ്ടാക്കുന്ന ഒരു വലിയ മുന്നേറ്റം, അതുപോലെ തന്നെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസനം,
2014 മുതൽ 14-ലും 19-ലും 2024-ലും വന്നിട്ട് പ്രേമചന്ദ്രൻ ഭൂരിപക്ഷം ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം മാത്രമല്ല, UDF മുന്നണിയുടെ തന്നെ ഒരു മൈലേജാണ് അവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് RSPയുടെ തീരുമാനത്തിന് മുന്നണി വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും NK പ്രേമചന്ദ്രനെ കൊല്ലത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കും എന്നല്ല, പ്രേമചന്ദ്രൻ പാർലമെന്റിൽ തന്നെ തുടരുകയും അല്ലാതെ തന്നെ ചവറയിൽ ഷിബു ബേബി ജോണും അതുപോലെ ഇരവിപുരവും ഒക്കെ കൊടുക്കാനായിട്ടുള്ള തീർച്ചപ്പെടുത്തൽ, ഇതിനോടൊപ്പം തന്നെ ലീഗിന് 27 സീറ്റ് കൊടുക്കും എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ മലപ്പുറത്ത് നിന്ന് 16 സീറ്റും പിടിച്ചെടുക്കുമെന്നുള്ളതാണ് അവരുടെ തീരുമാനം. ഒരുപക്ഷെ ആ പറയുന്നത് ഒരു അതിശയോക്തി അല്ല. കാരണം നിലമ്പൂരിൽ വലിയ വിജയം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ആ ഉപതെരഞ്ഞെടുപ്പിൽ അഹോരാത്രം പണി ചെയ്തവരാണ്. അവിടെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വീടുകൾ കയറി ഇറങ്ങി എന്നുള്ളതാണ്. ലീഗിലെ ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീടുകൾ കയറി ഇറങ്ങി. അതൊക്കെ അവർക്കൊരു നിലമ്പൂരിലെ വിജയത്തിന് വേണ്ടി മാത്രമല്ല, നിലമ്പൂരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ വിജയം കേരളത്തിലെമ്പാടും അത് പ്രതിഫലിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതായത് ഒരു UDF തരംഗം കേരളത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തലിനിടയിൽ കോൺഗ്രസിനകത്ത് ആ പ്രസ്ഥാനത്തിന്റെ ഇമേജ് തകർക്കുന്ന രീതിയിൽ ചില ഛിദ്രശക്തികൾ അതിനകത്തുണ്ടായി. അത് വേറെ കാര്യം. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവർക്കൊരു സംശുദ്ധമായ രീതിയിൽ മുമ്പോട്ട് പോകാം. അവർക്ക് 100 സീറ്റ് വരെ പിടിച്ചെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ്. അപ്പം മലപ്പുറത്ത് ഈ നിലമ്പൂരിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള അധ്വാനം അവർ മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയെടുക്കും. 16-ൽ 16 നേടും. അതുപോലെ തന്നെ എറണാകുളം ജില്ലയും എല്ലാ കാലത്തും നമുക്കറിയാം UDFന് എത്ര LDF തരംഗം ഉണ്ടായാലും UDFന് ഒരു ഏക ആശ്വാസം കിട്ടുന്നത് എറണാകുളം ജില്ലയാണ്. അത് UDFന്റെ ഒരു തട്ടകമാണ്, അവരുടെ ഒരു കേന്ദ്രമാണ്. പക്ഷെ 2021-ൽ അത് അവിടുത്തെ പല മണ്ഡലങ്ങളിലും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. ഇക്കുറി അവർ അവിടെ 14 മണ്ഡലങ്ങളും പിടിച്ചെടുക്കുമെന്നാണ് കോൺഗ്രസിലെ പല പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. അപ്പോൾ എടുത്തു ചോദിക്കുന്നുണ്ട്, വൈപ്പിനോ? കാരണം വൈപ്പിൻ എല്ലാ കാലത്തും CPM-നൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കയറി കളിക്കാൻ പറ്റില്ല. പക്ഷെ വൈപ്പിനിൽ പോലും ഇവർക്ക് മുന്നേറ്റമുണ്ട്. വൈപ്പിനടക്കം 14 തങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ്. ചില ജില്ലകൾ ഇവർ ഉറപ്പ് പറയുകയാണ്. ഇത് കോൺഗ്രസ്സുകാര് മുൻകാലങ്ങളിൽ പറയാത്ത തരത്തിലുള്ള ഒരു ദൃഢത ഇതിനകത്തുണ്ട്. അപ്പൊ മലപ്പുറത്ത് 16 ആയാലും എറണാകുളം ജില്ലയിൽ 14, അതുപോലെ തന്നെ ഇടുക്കിയിൽ ഇവർ 5 സീറ്റും പറയുകയാണ്. ഇടുക്കിയിലെ അവിടെ റോഷി അഗസ്റ്റിൻ നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. റോഷിക്ക് വലിയൊരു ഇമേജുണ്ട്. റോഷി പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണ്. കേരള കോൺഗ്രസ് പിളർന്ന് മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വന്നാലും റോഷി LDFൽ തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോഷി അഗസ്റ്റിനെ പോലും വെട്ടിവീഴ്ത്താൻ കഴിയും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അവിടെ 5, അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ 5-ൽ 4 നേടിയെടുക്കും എന്നുള്ളതാണ്. അപ്പൊ ചില ജില്ലകൾ, അതുപോലെ തന്നെ പാലക്കാടും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ 100-ൽ എത്തിക്കും എന്നുള്ളത് ഉറപ്പ് പറയുന്നു. 100-ൽ കൂടിയാൽ മാത്രമേ അതിനകത്ത് അത്ഭുതപ്പെടേണ്ടതുള്ളൂ. 100 എന്തായാലും ഉറപ്പ് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. ഒപ്പം VD സതീശന്റെ യാത്രയും കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കോട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.